നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കീഴ്ശ്ശേരി കാരാട്ടുപറമ്പിൽ 1.5 വയസ്സുകാരന്റെ മുകളിൽ ജനവാതിൽ വീണ് മരണപ്പെട്ടു. കീഴ്ശ്ശേരി പുളിയക്കോട് മുഹ്സിൻ EK ജുഹൈന ദമ്പതികളുടെ മകൻ നൂർ ഐമനാണ് മരിച്ചത്. നിലമ്പൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് കടിയേറ്റു. നെടുമുണ്ടക്കുന്ന്, പട്ടാര, മിനർവപ്പടി എന്നിവിടങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഉറങ്ങിക്കിടന്ന ഭാര്യയെയും മക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കുന്നംകുളം കീഴൂർ സ്വദേശി എഴുത്തുപുരയ്ക്കൽ ജിജിയെയാണ് ചങ്ങരംകുളം പോലീസ് പിടികൂടിയത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകൾ വഴിതിരിച്ചുവിട്ടതോടെ പ്രയാസത്തിലായി യാത്രക്കാർ. പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയതോടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ വിപുലീകരണ പ്രവൃത്തികളുടെ ഭാഗമായി അടച്ച ക്രോസ് റോഡിന് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി ചിറയിൽ GMUP സ്കൂൾ അധികൃതർ രംഗത്ത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം, ലിംഗവിവേചനം, സ്ത്രീധനം, ശൈശവ വിവാഹം എന്നിവ തടയുന്നതിന്റെ ഭാഗമായി ഓറഞ്ച് വേൾഡ് ക്യാമ്പയിൻ അങ്ങാടിപ്പുറത്ത് നടത്തി. പഞ്ചായത്തിലെ 43 അംഗൻവാടികളിലെ ജീവനക്കാർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മുള്ളൻ പന്നിയെ വേട്ടയാടി ഭക്ഷിച്ച സംഭവത്തിൽ പ്രതിക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയും. എരുമമുണ്ട ചെട്ടിയാമ്പാറ തോണിക്കടവിൽ അബ്ദുൽ നാസറിനെയാണ് മഞ്ചേരി JFCM ഫോറസ്റ്റ് കോടതി ജഡ്ജി P നൂറുനിസ ശിക്ഷിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് ലോറിക്ക് പിറകിലിടിച്ച് അപകടം. വെളിയങ്കോട് അങ്ങാടിക്ക് കിഴക്ക് ഭാഗം മുരുളമുക്ക് സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികനും കാഞ്ഞിരമുക്ക് സ്വദേശിയുമായ മുജീബ് എന്നയാൾക്ക് പരിക്കേറ്റു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.